സോ ഹേ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു സിനിമയെക്കുറിച്ച് ഉള്ള എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഒരു വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വേറെ ലെവൽ സിനിമ. അതൊരു ഓസ്കാർ നോമിനേഷൻസിലൊക്കെ പോയിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ അതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് ഒരുപാട് രാജ്യങ്ങളൊന്നും വലിയ റിലീസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജപ്പാനിൽ മാത്രമേ, ഈവൻ OTT റിലീസ് പോലും ജപ്പാനിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ആ ഒരു സിനിമയെക്കുറിച്ച് ഉള്ള എൻ്റെ അഭിപ്രായമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി. ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ゴジラ-1 സോ ഗൈസ്, ഗോഡ്സില്ല മിനീസ് വൺ. സോ ഈ ഒരു പടം എന്ന് പറയുന്നത് മോൺസ്റ്റർ ബേസിലുള്ള ഒരു സിനിമയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മോൺസ്റ്റർ ബേസ് ചെയ്യുന്നത് വാർണർ ബ്രോസ് ആണ്. എന്നാൽ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ജപ്പാനിലുള്ള ഒരു സ്റ്റുഡിയോസ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മിനിമം, ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ച് അവർ ഇറക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. സോ എന്താണോ നമ്മൾ മോൺസ്റ്റർ ബേസിൽ കണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഗോഡ്സിലെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാനായി സാധിക്കും. മോൺസ്റ്റർ ബേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള എന്താ പറയുക, ഒരു ഹീറോ ടൈപ്പായിട്ടുള്ള ഒരു ഗോഡ്സിലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ അതിൽ നിന്നും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പം ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിൽക്കുന്ന ഒരു ഗോഡ്സിലെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണ്. ഒരു 100-125 കോടി രൂപയാണ് ഈ ഒരു സിനിമയുടെ ആകെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ എമൗണ്ട് അല്ല. എന്നാൽ പോലും നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഇറങ്ങുന്ന പല സിനിമകളുടെയും ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഈ പറയുന്ന 100-125 കോടി എന്ന് പറയുന്നത്. ഇവൻ ഇന്ത്യയിലുള്ള പല നടന്മാരുടെ സാലറി പോലും 100 കോടി രൂപയൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ അതേ 100 കോടി അല്ലെങ്കിൽ 125 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു പടം ഇറക്കുകയും അത് ഓസ്കാർ നോമിനേഷന് വരെ, ബെസ്റ്റ് VFXനുള്ള ഓസ്കാർ നോമിനേഷന് വരെ ചെന്നപ്പെടുക എന്ന് പറയുന്നത് ആ ചില്ലറ കാര്യമൊന്നുമല്ല. ഈവൻ ഇന്ത്യയിൽ 700 കോടി മുടക്കി പല പടക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആൻഡ് ആ ഒരു അവസ്ഥയിൽ പോലും ഈ ഒരു സിനിമ ഒരു ഓസ്കാർ നോമിനേഷനിൽ ചെല്ലുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും. സോ കിട്ടിയ പൈസ പുട്ടടിക്കാതെ അത് ആ സിനിമയ്ക്ക് എവിടേക്കാണോ ആവശ്യം അതിന് വേണ്ട രീതിയിൽ കറക്റ്റായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഈ ഒരു റേഞ്ചിലോട്ട് മാറിയതും. സോ ഈ ഒരു സിനിമയുടെ കറക്റ്റ് ടൈം ലൈൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് അതിജീവിക്കാനായി പോകുന്ന ജപ്പാന് നേരിടേണ്ടി വരുന്ന ഒരു മോൺസ്റ്റർ അറ്റാക്കാണ്. സോ അതിൽ നിന്നും ഇവരെങ്ങനെ റിക്കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഇവർ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ ഒരു പ്ലോട്ടായിട്ട് പറയാൻ സാധിക്കുന്നത്. എന്നാൽ തന്നെ ഈ ഒരു സിനിമയിൽ ഒരു മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് മെയിൻലി ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. നായിക പിന്നെ ഒരു പെൺകുട്ടി. സോ ഇവർ 3 പേരും തമ്മിൽ വലിയ രീതിയിലുള്ള കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാമിലിയാണോ അങ്ങനെ റിലേറ്റീവ്സോ ഒന്നുമല്ല. ഈ ഒരു പറയുന്ന ആക്സിഡൻറ്റിൽ ഇവർ മീറ്റ് ചെയ്യും, പിന്നീട് ഒരു ഫാമിലിയായി മാറും. പിന്നീട് ഈ പറയുന്ന മോൺസ്റ്റർ അറ്റാക്ക് കാരണം ഇവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും അതിനെ തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് കാണുന്നത്. ആൻഡ് ഇതിലെ നായകൻ എന്ന് പറയുന്നത് പുള്ളി ഒരു മിലിറ്ററി പൈലറ്റാണ്. ആൻഡ് പുള്ളി ഇതുപോലെ ഗോഡ്സിലെ ആയിട്ടൊക്കെ ഒരുപാടധികം ഇമ്പാക്റ്റുകൾ ഗോഡ്സിലെ കാരണം നേരിടേണ്ടി വന്ന ഒരു ക്യാരക്ടറാണ്. മാനസികമായി പലയിടത്തും തളർന്നു പോയ ഒരു ക്യാരക്ടർ കൂടിയാണ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ക്യാരക്ടർ ആർക്കാണെങ്കിലും ഒരു ക്യാരക്ടർ ഡെപ്ത് ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു 2 മണിക്കൂറൊക്കെ ഉള്ള ഈ ഒരു പടം ആ ഒരു ഡ്യൂറേഷനെ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം പലയിടങ്ങളിലും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന രീതി തന്നെയാണ് ആ ക്യാരക്ടേഴ്സിനെ പ്രോപ്പറായിട്ട് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനൊരു ഗ്ലോബൽ റിലീസ് ഇല്ലായിരുന്നു. പകരം ഇതിന് ജപ്പാനിൽ മാത്രമേ തിയേറ്ററിക്കലാണെങ്കിലും OTT ആണെങ്കിലും റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. സോ OTT ആണെങ്കിൽ പോലും നല്ല നല്ല ഫയൽസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കിട്ടിയ ഫയൽസ് പോലും ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഫയൽസാണ്. പിന്നെ ഞാൻ ഓൺലൈനിലാണ് കണ്ടതും. ഇപ്പം ടെലിഗ്രാമിൽ നിന്നൊക്കെ സിനിമ ഡൗൺലോഡ് ചെയ്തതിനെ കുറിച്ചൊക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് എന്താണോ എന്തോ. ആൻഡ് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ VFX വർക്കുകൾ തന്നെയാണ്. ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇതിൽ കാണിച്ചു പോകുന്ന CGI വർക്ക്, ഈവൻ ഗോഡ്സിലെ കാണിക്കുന്നതാണെങ്കിലും പല ഭാഗങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കണ്ണുകടിയായിട്ടൊക്കെ തോന്നിയേക്കാം. ബട്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെ കൊണ്ടുള്ള ബഡ്ജറ്റിൽ അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പിന്നെ സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ആ തുടക്കത്തിലെ കുറച്ച് അലമ്പും കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് പിന്നീട് പോകെ ചില സ്ഥലങ്ങളിൽ എപ്പോഴും ഈ ഒരു ഫുള്ളി ഇത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ ആ ഒരു ബഡ്ജറ്റിന് അവർ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം പൊളിയാണ്. ഈവൻ ആ ഒരു ജപ്പാനിലൊരു സിറ്റിയിൽ വന്ന് ഈ പറയുന്ന ഒരു ഗോഡ്സിൽ വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഒരു അറ്റോമിക് ബ്രത്തും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു സീൻ മാസികമായിട്ടുള്ളൊരു സീനാണ്. നമ്മൾ ഈവൻ എന്താ പറയുക, ഇപ്പം മോൺസ്റ്റർ ബേസ് കണ്ടിട്ടുള്ള ഗോഡ്സിലെ ഇതുപോലെ പലയിടങ്ങളിലും ഈ പറയുന്ന അറ്റോമിക് ബ്രത്ത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് അറ്റോമിക് ബ്രത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് വരുന്ന പുകയും കാര്യങ്ങളൊക്കെ ഈ ലെവലാണെന്ന് നമുക്ക് ആ ഒരു സിനിമയിൽ കാണിച്ച് തന്നിട്ടില്ലായിരുന്നു. ഞാൻ ഈ ഒരു സിനിമയിൽ അതെന്താണെന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആനയും ആടുമായിട്ടുള്ള വ്യത്യാസമുണ്ട് ഈ രണ്ട് ഗോഡ്സുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ പോലും ഈ പറയുന്ന ഈ ഒരു ഗോഡ്സിലെ മിനീസ് വൺ എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്ന ഒരു ആൻറ്റി ഹീറോ ആയിട്ടുള്ള ആൻറ്റി ഹീറോ അല്ല, ഈസ് എ വില്ലൻ. ആ ഒരു ഗോഡ്സിലേക്ക്
ഒരുപാട് ടൈപ്പ് നമ്മൾ ആ ഒരു സിനിമയിൽ കാണാത്ത ഒരുപാട് ടൈപ്പ് പവേഴ്സ് ഉണ്ടെന്നും വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ അകത്ത് റീജനറേറ്റിങ്ങും ഇൻസ്റ്റൻറ്റ് റീജനറേറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. അതിന് ഒരുപാട് ടൈപ്പിലുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിന് അവർ കാണിക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന സാധനം ആ 2 മണിക്കൂറിൽ അവരുടെ കയ്യിലുള്ള ബഡ്ജറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഒന്നും പറയല്ല. അതിന് അവസാനത്തെ ഒരു കടലിൽ വെച്ചുള്ള സീക്വൻസും കാര്യങ്ങളുണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആണ്. മാസീവ് സാധനങ്ങളാണ് അതെല്ലാം. അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടീം. ഒന്നും പറയല്ല. ഹാൻഡ്സ് ഓഫ് മാൻസ്. വേറെ റേഞ്ച് സാധനം. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു എന്താ പറയുക ഫൈനൽ ബാറ്റിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർ പ്ലാൻ സെറ്റ് ചെയ്യും. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് 2 പ്ലാൻ ഇവർ സെറ്റ് ചെയ്യും. അതിൽ ഈ ഫസ്റ്റ് പാർട്ട് തുടങ്ങുന്ന ടൈമിൽ കുറച്ച് സൈലൻസ് വന്നിട്ട് അതിന് ശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടുന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ കുറേ സിനിമയിൽ കണ്ടിട്ടുള്ള സെയിം ക്ലീശ സംഭവമാണത്. എന്നാൽ പോലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇമ്പാക്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വേറെ റേഞ്ചായിരുന്നു ആ ഒരു സാധനം എന്ന് പറയുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ പേഴ്സണലി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ ഇറങ്ങുന്ന പല പടങ്ങളെയും വെച്ച് നോക്കുമ്പം ഇവൻ പടങ്ങളല്ലാതെല്ലാം പടക്കങ്ങളാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 700 കോടി മുടക്കി ഇന്ത്യയെ തന്നെ പടക്കങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടിയൊക്കെയാണ് ഇപ്പോൾ. അത് വെച്ച് നോക്കുമ്പം കൊടുത്ത പൈസയ്ക്ക് ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അതിനുള്ള ഒരു അംഗീകാരം അവർക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഓസ്കാർ നോമിനേഷനിൽ പോയി. എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുമില്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. നോമിനേഷനിൽ പോയി എന്നുള്ള കാര്യം മാത്രം അറിയാം. സോ അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഈ പറയുന്ന മോൺസ്റ്റർ മൂവീസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഈവൻ ഗോഡ്സില ഫാൻസ് എന്നല്ല ഞാൻ പറയുന്നത്, മോൺസ്റ്റർ മൂവീസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. സോ നിങ്ങൾ ഈ ഒരു സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ലൊരു സിനിമയാണ്. നിങ്ങൾ തീർച്ചയായും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പേഴ്സണലി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങളും തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈവൻ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. സോ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറയുന്ന സീരീസിൻ്റെ എപ്പിസോഡ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ചില എപ്പിസോഡുകളൊക്കെ വരാൻ താമസിക്കും. മാക്സിമം ജൂൺ 16 മുമ്പായിട്ട് സെക്കൻഡ് സീസൺ ഹൗസ് ഓഫ് ഡ്രാഗൺസിൻ്റെ സെക്കൻഡ് സീസൺ ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പറയുന്ന ഫസ്റ്റ് സീസൺ ഫുള്ളി ഞങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഒരു വീഡിയോയ്ക്കൊക്കെ 4-5 കോപ്പിറൈറ്റാണ് അവന്മാർ അടിച്ച് അണ്ണാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടൊക്കെ കുറച്ച് ലേറ്റും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. എന്നാൽ പോലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസ് സീരീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പം നമുക്ക് എപ്പോഴും കിട്ടുന്ന വീഡിയോസിൽ നിന്നും കുറച്ചധികം അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. ആൻഡ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായി ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയാനായി ഉദ്ദേശിച്ചത്. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. സോ ഇതിന് നല്ലൊരു എപ്പിസോഡാണ് കാണാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഓഫ് വിത്ത് AK Spoke മലയാളം.